ഈശോ ജൂട്ടായിൽ ആട്ടിടയനായ ഐസക്കിനെ സന്ദർശിക്കുന്നു. 1945 ജനുവരി 12. വടക്കു നിന്നും തെക്കോട്ടൊഴുകുന്ന ഒരു കൊച്ചു കാട്ടാറിൻ്റെ ഇരുമ്പൽ മാറ്റിൽ കൊള്ളുന്ന കുളിർമയുള്ളൊരു താഴ്വര. വെള്ളത്തിൻ്റെ കുളിർമ തോടിൻ്റെ കരയിൽ മാത്രമല്ല, ചുറ്റുമുള്ള ചെരുവിലെ മേച്ചിൻപുറങ്ങളിലേക്കും വ്യാപിക്കുന്നു. മനോഹരമായ ഹരിതാപ പുല്ലിലും കുറ്റിച്ചെടികളിലും ചെറിയ വൃക്ഷങ്ങളിലും മരങ്ങളുടെ ഉച്ചിയിൽ വരെയും ദൃശ്യമാണ്. കാട്ടിനകത്ത് അവിടെ തെളിഞ്ഞ സ്ഥലങ്ങൾ പുല്ലു പിടിച്ച് കിടപ്പുണ്ട്. തഴച്ചു വളരുന്ന പുല്ല്, ആടുകൾക്ക് മേയാൻ പറ്റിയ സ്ഥലങ്ങൾ. ഈശോ ശിഷ്യന്മാരോടും 3 ഇടയന്മാരോടും കൂടി കാട്ടാറിൻ്റെ തീരത്തേക്ക് പോവുകയാണ്. പറ്റത്തിനൊപ്പം നടന്നെത്താത്ത ഒരാട് വന്നു ചേരാൻ ഈശോ ക്ഷമാപൂർവം കാത്തിരിക്കുന്നു. പറ്റം വിട്ടോടിയ ആട്ടിൻകുഞ്ഞിനെ പിടിച്ച് കൊണ്ടുവരാൻ പുറകെ ഇടയന്മാർ ഓടുമ്പോഴും ഈശോ അക്ഷമനാകുന്നില്ല. ഈശോ ഇപ്പോൾ നല്ല ഇടയനാണ്. കയ്യിൽ നീളമുള്ളൊരു കമ്പുണ്ട്. വഴിയോരത്തുള്ള മുൾച്ചെടികളും പാഴ്ചെടികളും തള്ളിമാറ്റി വഴി തെളിച്ചാണ് മുമ്പോട്ട് നീങ്ങുന്നത്. ആ വടി കൂടി ആയപ്പോൾ ഈശോയെ കണ്ടാൽ ഒരാട്ടിടയനാണെന്ന് ആർക്ക് തോന്നും? ആ കാണുന്ന കുന്നിൻ്റെ മുകളിലാണ് ജൂട്ട. ഈ തോട് കടക്കാൻ ഒരു ചപ്പാത്തുണ്ട്. വേനൽക്കാലത്ത് അതൊരു പാലത്തിൻ്റെ ഫലം ചെയ്യും. നമുക്ക് ഈ തോട് കടക്കണം. ഹിബ്രോൺ വഴി വരികയായിരുന്നു എളുപ്പം. പക്ഷെ അങ്ങ് പറഞ്ഞത് ആദ്യം ജൂട്ടയ്ക്ക് പോകാമെന്നല്ലേ? നമുക്ക് ഹിബ്രോണിലേക്ക് പിന്നീട് പോകാം. ആദ്യം വേദനിക്കുന്നവരെ ചെന്ന് കാണണം. നീതിമാന്മാർക്ക് മരണശേഷം വേദന സഹിക്കേണ്ടി വരുന്നില്ല. സാമുവേൽ നീതിമാനായിരുന്നു. മരിച്ചവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ആ പ്രാർത്ഥന അവരുടെ അസ്ഥിമാടങ്ങൾക്ക് അടുത്തുവെച്ച് നടത്തിക്കൊള്ളണമെന്നില്ല. അസ്ഥികൾ എന്താണ്? അസ്ഥികൾ മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ശക്തി വൈഭവത്തിൻ്റെ ഒരു തെളിവ്, വേറൊന്നുമല്ല. മറ്റുള്ള ജന്തുക്കൾക്കും അസ്ഥികളുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ അസ്ഥികൂടം പോലെ അത്ര സവിശേഷമായ പൂർണ്ണതയാർന്ന അസ്ഥികൂടം ഒരു ജന്തുവിനുമില്ല. സൃഷ്ടിയുടെ രാജാവായ മനുഷ്യന് മാത്രമേ നിവർന്നു നിൽക്കാൻ കഴിവുള്ളൊരു അസ്ഥികൂടമുള്ളൂ. രാജാവ് തൻ്റെ പ്രജകളെ എന്ന പോലെ മനുഷ്യർ മറ്റു ജന്തുക്കളെ അഭിമുഖമായി നിവർന്നു നിന്ന് നോക്കുന്നു. മുമ്പോട്ടും മുകളിലേക്കും കഴുത്ത് വളയ്ക്കാതെ നോക്കാൻ മനുഷ്യന് കഴിയും. മനുഷ്യൻ മുകളിലേക്ക് നോക്കുന്നത് സ്വർഗസ്ഥനായ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. എന്നാലും അസ്ഥികൾ മാത്രം. മണ്ണായി വീണ്ടും മാറുന്ന മണ്ണ്. അവസാന ദിവസം ദൈവം തൻ്റെ അനന്തമായ കാരുണ്യത്തിൽ ഈ അസ്ഥികൾ വീണ്ടും ഒന്നിച്ചുകൂട്ടും. അനുഗ്രഹിക്കപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് കൂടുതൽ ആനന്ദം നൽകാൻ ദൈവം ഇപ്രകാരം ചെയ്യുന്നു. നിങ്ങൾക്കിത് സങ്കല്പിക്കാനാവുമോ? മരിച്ചവരുടെ ആത്മാക്കൾ മാത്രമല്ല സ്വർഗത്തിൽ ഒന്നിച്ചു ചേരുക. ഭൂമിയിൽ സ്നേഹിച്ചിരുന്നവരെ അതിലുമുപരിയായി സ്നേഹിക്കുക. അവർക്ക് ഭൂമിയിലുണ്ടായിരുന്ന അതേ രൂപവും മുഖഭാവവും കാണും. അങ്ങനെ പരസ്പരം കണ്ട് സന്തോഷിക്കാം. ഏലിയാസിൻ്റേതുപോലെ ചുരുണ്ട മുടിയുള്ള കൊച്ചുമിടുക്കന്മാർ, നിന്റെ കുട്ടികളെ പോലുള്ളവർ. ലേവിയെയും ജോസഫിനെയും പോലെ സ്നേഹിക്കുന്ന ഹൃദയവും മുഖവുമുള്ള അപ്പന്മാരും അമ്മമാരും. ജോസഫ്, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ കാണാൻ ഏറെക്കാലമായി കൊതിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ വീണ്ടും കാണുന്ന ദിവസമായിരിക്കും അത്. പിന്നെ ഒരിക്കലും അനാഥ ശിശുക്കളോ വിധവകളോ ഉണ്ടായിരിക്കില്ല അങ്ങ് സ്വർഗരാജ്യത്ത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എവിടെ വെച്ചും ചൊല്ലാം. ഒരാത്മാവ് തൻ്റെ ബന്ധുവിൻ്റെ ഒരാത്മാവിനു വേണ്ടി പരിശുദ്ധാത്മാവിനോട് സർവ്വവ്യാപിയായ ദൈവത്തോട് നടത്തുന്ന ഒരു നിവേദനമാണ് അത്. അരൂപി പരിശുദ്ധമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഒന്നും അകലെയല്ല. അന്യദേശം എന്നൊന്നില്ല. കാരാഗ്രഹമില്ല. കല്ലറകളില്ല. മാംസത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കഴിഞ്ഞാൽ ആത്മാവിനെ തളച്ചിടാനും മറ്റാത്മാക്കൾ നിന്ന് അകറ്റുവാനും യാതൊന്നിനും കഴിവില്ല. നിങ്ങളുടെ നന്മ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ അടുത്ത് പറന്നെത്തും. അതുപോലെ തന്നെ അവരുടെ നന്മയുടെ ആസ്ഥാനമായ ആത്മാവ് നിങ്ങളുടെ അടുത്തുമെത്തും. അനന്തവും നിത്യവുമായ ഒരു അച്ചുതണ്ട് പോലെ നിൽക്കുന്ന ദൈവത്തിനു ചുറ്റും സ്നേഹം നിറഞ്ഞ ആത്മാക്കളുടെ വികാരങ്ങൾ, പ്രാർത്ഥനകൾ കറങ്ങിക്കൊണ്ടിരിക്കും. ദൈവം ശുദ്ധമായ അരൂപിയാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൻ്റെയും ഇപ്പോൾ നിലവിലുള്ളതിൻ്റെയും ഇനി വരാനിരിക്കുന്നതിൻ്റെയും സൃഷ്ടാവാണ് ദൈവം. നിങ്ങളെ സ്നേഹിക്കുകയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന അനന്തമായ സ്നേഹമാണ് ദൈവം. നമ്മൾ ഇതാ ചപ്പാത്തിൽ എത്തിക്കഴിഞ്ഞു. ആഴം കുറഞ്ഞ വെള്ളത്തിൽ കല്ലുകൾ എഴുന്നേൽക്കുന്നത് എനിക്ക് കാണാം. ഗുരു, ഇവിടെയാണ് നമുക്ക് അക്കരെ കടക്കേണ്ടത്. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ശക്തമായ ഒഴുക്കുള്ള അലറുന്ന വെള്ളച്ചാട്ടം പോലുള്ള ഒരു പ്രവാഹമാണ് ഇവിടെ. ഇപ്പോഴാകട്ടെ 7 ചെറിയ ചാലുകൾ ചപ്പാത്തിൻ്റെ 6 വലിയ കല്ലുകൾക്കിടയിലൂടെ ഒഴുകിപ്പോകുന്നു. ചതുരത്തിലുള്ള 6 വലിയ കല്ലുകൾ തോട്ടത്തിൽ അക്കരെ ഇക്കരെ ഇട്ടിരിക്കുകയാണ്. കല്ലുകൾക്കിടക്ക് ഒരടി വെറുതെ കിടപ്പുണ്ട്. തിളങ്ങുന്ന റിബൺ മാതിരിയുള്ള തോട് ഇവിടെ 7 ചാലുകളായി പിരിയുന്നു. ചപ്പാത്തിനപ്പുറം അവ വീണ്ടും ഒന്നിക്കുന്നു, ചിലച്ചുകൊണ്ട് മുമ്പോട്ടൊഴുകുന്നു.
ആടുകൾ തോട് കടക്കുന്നത് ഇടയന്മാർ നോക്കി നിൽക്കുന്നു. ചില ആടുകൾ കല്ലിൽ നിന്നും കല്ലിലേക്ക് ചാടി മറുകര പറ്റുന്നു. മറ്റു ചില ആടുകൾ വെള്ളത്തിലിറങ്ങി നടന്ന് അക്കരയ്ക്ക് പോകുന്നു. വെള്ളത്തിന് ഒരടിയിൽ കൂടുതൽ ആഴമില്ല. അവ തോട്ടിൽ നിന്നും വെള്ളം കുടിക്കുന്നുണ്ട്. ഈശോ കല്ലിൽ ചവിട്ടി തോട് കടക്കുന്നു. പിന്നാലെ ശിഷ്യന്മാരും മറുകരയെത്തി യാത്ര തുടരുന്നു. അങ്ങ് പറഞ്ഞത് ഞാൻ ഗ്രാമത്തിൽ പോയി ഐസക്കിനോട് വിവരം പറയണം എന്നല്ലേ? ഗ്രാമത്തിൽ വരാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല? ഇല്ല, ഐസക്കിനോട് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വെച്ച് പിരിയാം. ലേവിയും ജോസഫും ആടുകളോടൊപ്പം അങ്ങയുടെ കൂടെ ഇവിടെ തങ്ങട്ടെ. ഞാൻ ഇവിടെ നിന്ന് കുന്നു കയറി തുടങ്ങാം, അതാണ് എളുപ്പം. ഏലിയാസ് കുന്നു കയറി തുടങ്ങി. കുന്നിൻ ചെരിയിൽ വെള്ളയടിച്ച വീടുകളുണ്ട്. അവ വെയിലത്ത് വെട്ടിത്തിളങ്ങുന്നു. ഞാൻ ഏലിയാസിൻ്റെ പിൻപേ നടക്കുന്നത് പോലെ തോന്നുന്നു. അയാൾ ആദ്യത്തെ വീടിൻ്റെ മുമ്പിലെത്തി. വീടുകൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും ഇടയിലുള്ള ഇടുങ്ങിയൊരു വഴിയിൽ കൂടി അയാൾ നടന്നു പോകുകയാണ്. അങ്ങനെ അയാൾ ഒരു 10 പാര നടന്നിരിക്കും. വീതി കൂടി ഒരു പാതയിലേക്ക് തിരിയുന്നു. അയാൾ തെരുവിൻ്റെ മധ്യത്തിലെത്തി. ഇതെല്ലാം സംഭവിക്കുന്നത് രാവിലെയാണ്. തെരുവിൻ്റെ നടുക്ക് ചന്ത ഇനിയും പിരിഞ്ഞിട്ടില്ല. വീട്ടമ്മമാരും കച്ചവടക്കാരും തണലുള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്ന് ഉച്ചത്തിൽ വിലപേശുന്നുണ്ട്. ചന്ത അവസാനിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുന്ന ആകർഷണീയമായ വേറൊരു തെരുവിൽ ഏലിയാസ് പ്രവേശിക്കുന്നു. ആ മൂലക്ക് ചെറിയൊരു വീടുണ്ട്. വീടെന്ന് പറഞ്ഞുകൂടാ, ഒരു മുറി. അതിൻ്റെ കതക് മുഴുവനായും തുറന്നിട്ടിരിക്കുന്നു. അകത്തേക്ക് കയറുന്നിടത്ത് തന്നെ ഒരു കട്ടിലുണ്ട്. അവിടെ ദാരിദ്ര്യം കൊണ്ട് ശോഷിച്ചൊരു രോഗി കിടപ്പുണ്ട്. വഴിയെ കടന്നു പോകുന്നവരോടെല്ലാം ദയനീയമായ സ്വരത്തിൽ അയാൾ പിച്ച യാചിക്കുകയാണ്. ഏലിയാസ് മുറിയിലേക്ക് ഓടിക്കയറിയിട്ട് പറഞ്ഞു, ഐസക്കേ, ഇത് ഞാനാണ്. നീയോ? നീ ഇന്ന് വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. കഴിഞ്ഞ മാസമല്ലേ നീ ഇവിടെ വന്നു പോയത്? ഐസക്കേ, ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല. നീ വല്ലാതെ വെപ്രാളപ്പെടുന്നു. കാര്യമെന്താ? ഞാൻ നസ്രയേൽക്കാരനായ ഈശോയെ കണ്ടു. ഈശോ വളർന്ന് വലുതായിരിക്കുന്നു. അദ്ദേഹം ഒരു റബ്ബിയാണ്. ഇപ്പോൾ അദ്ദേഹം എന്നെ തിരക്കി വന്നു. നമ്മളെ കാണാൻ അദ്ദേഹത്തിന് ആശയുണ്ട്. ഐസക്കേ, നിനക്ക് സുഖമില്ലേ? മരിക്കാൻ പോകുന്നവനെ പോലെ ഐസക്ക് അവശനായി കട്ടിലേക്ക് വീണു. എങ്കിലും വേഗം അയാൾക്ക് ബോധം തെളിഞ്ഞു. അദ്ദേഹം എവിടെ? പറയൂ. അദ്ദേഹത്തെ കണ്ടാൽ എങ്ങനെയുണ്ട്? ഓ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. അദ്ദേഹം താഴ്വരയിലുണ്ട്. നിന്റെ അടുത്തേക്ക് എന്നെ അയച്ചത് അദ്ദേഹമാണ്. ഐസക്കേ, എനിക്ക് നിന്നെ കാണണം, നിന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാനാണ് ഈശോ എന്നെ അയച്ചത്. ഞാൻ 2 പേരെ കൂടി സഹായത്തിന് വിളിച്ച് നിന്നെ ഇവിടെ നിന്ന് താഴെ ഇറക്കാം. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണോ? അതെ. നീ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഞാൻ പോകുകയാ. ഇത്രയും പറഞ്ഞ ഐസക്ക് പുതച്ചിരുന്ന കമ്പിളിയെടുത്ത് ദൂരെ എറിഞ്ഞു. തളർന്നു കിടന്ന കാലുകൾക്ക് ചലനമുണ്ടായി. വൈക്കോൽ മെത്തയിൽ നിന്നും കാലുകൾ താഴത്തേക്കിട്ടു. നിലത്ത് ചവിട്ടി കാലുറപ്പിച്ച് അയാൾ എഴുന്നേറ്റ് നിന്നു. വീഴുമോ എന്നൽപ്പം ഭയമുണ്ട്. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചു. ഏലിയാസ് അത്ഭുതപ്പെട്ട് കണ്ണു തള്ളിച്ചു നിന്നു. അവസാനം അയാൾക്ക് സംഗതി പിടികിട്ടി. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അത്ഭുതം, അത്ഭുതം. ആ വഴിയെ പോയ പൊക്കം കുറഞ്ഞൊരു സ്ത്രീ എന്താണ് നടക്കുന്നതെന്നറിയാൻ അകത്തേക്ക് നോക്കി. അവർ കണ്ടത് രോഗി ഒരു കരിമ്പടം പൊതിച്ച് പ്രാന്തനെ പോലെ അട്ടഹസിച്ചു കൊണ്ട് പുറത്തേക്ക് ഓടുന്നതാണ്. ആ കരിമ്പടമല്ലാതെ അയാൾ വേറെ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. നമുക്ക് പോകാം. ഈ വഴി പോയാൽ വേഗം അങ്ങെത്തും. ജനത്തിരക്കും ഉണ്ടാകില്ല. വരൂ ഏലിയാസേ, വേഗം നടക്കൂ. പുറകുവശത്തെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള ചെറിയൊരു വാതിൽ തുറന്നു. വേലിയിലുള്ള വേറൊരു വാതിലിൽ കൂടി അവർ പുറത്തേക്ക് പോകുന്നു. വീതി കുറഞ്ഞ ഒരു വൃത്തികെട്ട വഴിയിൽ കൂടി അവർ ഓടുകയാണ്. താമസിയാതെ വീതിയുള്ള ഒരു വഴിയിൽ അവരെത്തി. അതിനിരുവശവും അടുക്കളത്തോട്ടങ്ങൾ കാണാം. അങ്ങേ അറ്റത്തുള്ള ഒരു മൈതാനം, കാട് പിടിച്ചു കിടക്കുന്ന കുറേ സ്ഥലം. അവസാനം അവർ തോടിൻ്റെ വക്കത്തെത്തി. അതാണ് ഈശോ. ഏലിയാസ് ഈശോയെ ചൂണ്ടിക്കാട്ടി. ആ പൊക്കമുള്ള മനോഹരമായ മുടിയുള്ള സുമുഖനായ മനുഷ്യൻ, വെളുത്ത ഉടുപ്പും ചുവന്ന മേലങ്കിയും ധരിച്ചയാൾ. മേഞ്ഞുകൊണ്ടിരുന്ന ആടുകളുടെ ഇടയിൽ കൂടി ഐസക്ക് സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു കൊണ്ടോടി ഈശോയുടെ കാൽക്കൽ വീണു ആരാധിച്ചു. ഐസക്കേ, എഴുന്നേൽക്കൂ. ഞാനിതാ വന്നു കഴിഞ്ഞു നിനക്ക് സമാധാനവും അനുഗ്രഹങ്ങളും നൽകാൻ. എഴുന്നേൽക്കൂ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. ഐസക്കിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കുറച്ചു സമയത്തിനുള്ളിൽ ഏറെ വികാരങ്ങൾ ഉണ്ടായതുകൊണ്ട് അയാൾ നിലത്ത് കാൽക്കൽ വീണപാടെ കിടക്കുകയാണ്. മുഖം നിലത്തമർത്തി അയാൾ സന്തോഷം കൊണ്ട് കരയുകയാണ്. നീ പെട്ടെന്നിങ്ങെത്തി. നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നോർത്ത് നീ വിഷമിച്ചില്ല. അങ്ങ് എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ വന്നു.
വീടിൻ്റെ വാതിലടയ്ക്കാതെ ആളുകൾ കൊടുത്ത ഭിക്ഷ എടുക്കാതെ ഐസക്ക് ഒറ്റ ഓട്ടം കൊടുത്തു. അത് സാരമില്ല, അവൻ്റെ വീട് മാലാഖമാർ കാത്തുകൊള്ളും. ഐസക്കെ, നിനക്ക് സന്തോഷമായോ? കർത്താവെ, സന്തോഷമായി. എന്നെ ഗുരു എന്ന് വിളിച്ചാൽ മതി. അങ്ങ് എൻ്റെ കർത്താവും ഗുരുവുമാകുന്നു. അങ്ങനെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ കൂടി അങ്ങയെ കാണുന്നത് എനിക്ക് സന്തോഷമായേനെ. അങ്ങ് എന്നോട് ഇത്ര കരുണ കാണിക്കാൻ ഞാനെന്ത് ചെയ്തു? നിന്റെ വിശ്വാസവും ക്ഷമയും. നീ എന്തുമാത്രം പീഡകൾ അനുഭവിച്ചുവെന്ന് എനിക്കറിയാം. അതെല്ലാം എത്രയും നിസ്സാരം. ഞാൻ അങ്ങയെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങ് ജീവനോടെ ഇരിക്കുന്നു. അങ്ങ് ഇവിടെ വന്നിരിക്കുന്നു. അതുമതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അത്രയും മറന്നേക്കാം. എൻ്റെ കർത്താവും ഗുരുവുമായ അങ്ങ് ഇനി ഞങ്ങളെ വിട്ടുപോകരുത്. ഐസക്കെ, എനിക്ക് ഇസ്രയേൽ ജനത്തോട് മുഴുവനും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ട് എനിക്ക് പോയേ തീരൂ. പക്ഷേ നിനക്കെപ്പോഴും എൻ്റെ കൂടെ വരാം. എന്നെ ശുശ്രൂഷിക്കാം. എൻ്റെ ശിഷ്യനാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനെനിക്ക് എന്ത് കഴിവാണുള്ളത്? ഞാൻ ആരാണ്? എന്നെ ഉറക്കെ പ്രഖ്യാപിക്കാൻ നീ തയ്യാറാണോ? ആളുകൾ നിന്നെ പരിഹസിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും എന്നിലുള്ള വിശ്വാസം നീ നിലനിർത്തുമോ? ഞാൻ നിന്നെ വിളിച്ചെന്നും വിളിയേട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നെന്നും നീ ജനങ്ങളോട് പറയണം. ഇത് പറ്റുമോ? അങ്ങ് ആവശ്യപ്പെട്ടില്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഞാൻ ചെയ്തേനെ. അങ്ങ് വിളിക്കാൽ കൂടി ചെയ്തേനെ. ഇങ്ങനെ പറയുന്നത് ഗുരു ക്ഷമിക്കണം. ഈശോ മന്ദഹസിക്കുന്നു. എൻ്റെ ശിഷ്യനാകാനുള്ള യോഗ്യത നിനക്കുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഇത്രയും മാത്രം ചെയ്താൽ മതിയോ? ഞാൻ വിചാരിച്ചു ഇത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. പള്ളിക്കൂടത്തിൽ പോകണം, റബിമാർ പറയുന്നത് കേട്ട് പഠിക്കണമെങ്കിൽ മാത്രമേ ഏറ്റവും വലിയ റബിയുടെ ശിഷ്യനാകാൻ കഴിയൂ എന്ന് ഞാൻ വിചാരിച്ചു. ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ പോകുക? അയാൾക്ക് കുറഞ്ഞത് 50 വയസ്സ് പ്രായം കാണും. നിനക്ക് പഠിക്കേണ്ടതൊക്കെ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഞാനോ? ഒരിക്കലുമില്ല. പഠിച്ചു കഴിഞ്ഞു. ദൈവത്തെ വിശ്വസിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അനുഗ്രഹിക്കാനും നീ പഠിച്ചു. അതുപോലെ തന്നെ അയൽക്കാരനെയും. അസൂയ തോന്നാതിരിക്കാനും മറ്റുള്ളവരുടെ മുതൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാതിരിക്കാനും നീ പഠിച്ചു കഴിഞ്ഞു. നിനക്കുണ്ടായിരുന്നതും പിന്നീട് നഷ്ടപ്പെട്ടതുമായവ പോലും നീ ആഗ്രഹിക്കാതെയായി. സത്യം പറയാൻ നീ പഠിച്ചു. സത്യം പറയുന്നത് കൊണ്ട് നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യത്തിലും നീ സത്യം പറഞ്ഞു. പാപം ചെയ്തു പിശാചിൻ്റെ കൂട്ടാളിയാകാൻ നീ വിസമ്മതിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലം മുഴുവൻ നിന്റെ ദുർദശയായിരുന്നു. ആ കാലത്ത് നീ ഇതൊക്കെ ചെയ്തു ഇല്ലേ? ചെയ്തേ. അതാണ് നീ ഇനി പള്ളിക്കൂടത്ത് ചേർന്ന് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയെപ്പറ്റി ഇതിനു മുമ്പും പലരോടും പറഞ്ഞു കഴിഞ്ഞു. നടക്കാൻ വയ്യാതെ അപ്പത്തിന് തിണ്ടി ഞാൻ ഈ ഗ്രാമത്തിലെത്തി. ഇടയ്ക്കിടെ ആടിൻ്റെ രോമം ഇറക്കുക, പാല് കറക്കാൻ സഹായിക്കുക തുടങ്ങിയ ചില്ലറ ജോലികളും ചെയ്തു. കുട്ടികൾ എൻ്റെ കട്ടിലിനടുത്ത് വരും. അവരോട് ഞാൻ അങ്ങയെപ്പറ്റി പറഞ്ഞു. എൻ്റെ അസുഖം വഷളായി. അരക്ക് താഴെ തളർന്ന് ഞാൻ കിടപ്പായി. ഏറെ വർഷം മുമ്പ് കുട്ടികളായിരുന്നവരോട് ഞാൻ അങ്ങയെപ്പറ്റി പറഞ്ഞു. ഈ തലമുറയിൽപ്പെട്ട കുട്ടികളോടും അത് തന്നെ പറഞ്ഞു. നേരത്തെ അങ്ങയുടെ കഥ കേട്ട കുട്ടികളുടെ കുട്ടികൾ നല്ലവരാണ്. അവർക്ക് എപ്പോഴും വിശ്വാസമുണ്ട്. അങ്ങയുടെ ജനത്തെപ്പറ്റി ഞാൻ അവരോട് സംസാരിച്ചു. മാലാഖമാരെ പറ്റിയും ആ നക്ഷത്രത്തെപ്പറ്റിയും നക്ഷത്രം കണ്ടുവന്ന 3 രാജാക്കന്മാരെ പറ്റിയും ഞാൻ അവരോട് പറഞ്ഞു. അങ്ങയുടെ അമ്മയെപ്പറ്റിയും. അമ്മ ഇപ്പോഴുമുണ്ടോ? ഉണ്ട്, സുഖമായിരിക്കുന്നു. നിനക്ക് അമ്മയുടെ പ്രത്യേക സ്നേഹാന്വേഷണങ്ങൾ. അമ്മ എപ്പോഴും നിങ്ങളെപ്പറ്റിയെല്ലാം പറയുമായിരുന്നു. എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ നിനക്ക് അമ്മയെ കാണാൻ അവസരമുണ്ടാകും. ഒരു ദിവസം നീ എൻ്റെ വീട്ടിലേക്ക് വരും. അന്ന് അമ്മ നിൻ്റെ ഉറ്റമിത്രമായി വരവേൽക്കും. മേരി. ആ പേരുച്ചരിക്കുമ്പോൾ നാവിൽ തേനൂറുന്ന പോലെ തോന്നും. ജൂട്ടായിലൊരു സ്ത്രീയുണ്ട്. 4ാമത്തെ കുഞ്ഞിനെ ഈയിടെ പ്രസവിച്ചു. അവൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വരുമായിരുന്നു. അവൾ തൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേര് ജോസഫ് മേരി. പിന്നെ 3ാമത്തവനെ ഇമ്മാനുവൽ, ഈശോ എന്ന് വിളിക്കാൻ അവൾ മടിച്ചു. ഇങ്ങനെ കുട്ടികൾക്ക് പേരിട്ടത് നല്ല കാലം വരാൻ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രയേൽ ജനത്തിനും. 6 ദിവസം മുമ്പ് പിറന്ന കുട്ടിക്ക് എന്ത് പേരിടണമെന്ന് അവൾ ആലോചിക്കുകയാണ്. എനിക്ക് അസുഖം മാറി, ആരോഗ്യം തിരിച്ചു കിട്ടിയെന്നറിയുമ്പോൾ അവൾ എന്തുമാത്രം സന്തോഷിക്കും. മാത്രമല്ല, അങ്ങ് തിരിച്ചു വന്നിരിക്കുന്നു. വീട്ടിലുണ്ടാക്കിയ റൊട്ടി പോലെ അത്ര നല്ലവളാണ് സാറ. അവളുടെ ഭർത്താവ് ജോവാക്കീമും നല്ലവനാണ്. അവരുടെ ബന്ധുക്കളുടെ കാര്യം പറയാനില്ല. ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അതിന് കാരണക്കാർ അവരാണ്. എന്നും എന്നെ സഹായിക്കുകയും അഭയം തരികയും ചെയ്തിട്ടുള്ളത് അവരാണ്. നമുക്കവരെ പോയി കാണാം. വെയിലാറുന്നതുവരെ അവരുടെ ആതിഥ്യം യാചിക്കാം. അവർ ചെയ്ത ഉപകാരത്തിന് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യാം. ഗുരു, ഈ വഴിയെ വരൂ.
ആളുകൾക്ക് നടക്കാൻ ഇതാണ് നല്ലത്. വഴിക്കധികം ആളുകളെ കാണുകയുമില്ല. ജനത്തിൻ്റെ ഇടയിൽ അങ്ങയെപ്പറ്റി വലിയ സംസാരമാണ്. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട ആ വൃദ്ധ അവരോട് ഇക്കാര്യം പറഞ്ഞു കാണും. അവർ തോടിൻ്റെ വക്കത്തു കൂടി നടന്നു. കുറേ ദൂരം തെക്കോട്ട് നടന്ന ശേഷം കുത്തനെ മലമുകളിലേക്ക് കയറുന്ന ഒരു പാതയിലെത്തുന്നു. ഒരു വള്ളത്തിൻ്റെ അണിയം പോലെ തോന്നും കുന്നു കണ്ടാൽ. കുന്നു കയറുന്നവർ വടക്കോട്ടും തോട് തെക്കോട്ടും പോകുന്നു. രണ്ട് നിരക്കുന്നുകൾ പരസ്പരം മുറിച്ചു കടക്കുന്നത് കൊണ്ടുണ്ടായ ഒരു താഴ്വരയിലൂടെയാണ് തോടൊഴുകുന്നത്. നിരപ്പായ സ്ഥലം അവിടെ എങ്ങുമില്ല. ഈ സ്ഥലം ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ വർഷം ഈശോയുടെയും കുഞ്ഞുങ്ങളുടെയും ഒരു ദർശനം എനിക്കുണ്ടായത് ഈ താഴ്വരയുടെ പശ്ചാത്തലത്തിലാണ്. ഓരോ തൊടിക്ക് ചുറ്റും കല്ലൊടുക്കി ഉണ്ടാക്കിയ മതിലുകളുണ്ട്. തൊടികൾ കുന്നിൻ ചെരുവിൽ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. കുറച്ച് നിരപ്പായ ഒരു സ്ഥലം ഫലവൃക്ഷങ്ങൾ നിറഞ്ഞതാണ്. ആപ്പിൾ, അത്തി, വാൾനട്ട് എന്നീ വൃക്ഷങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട്. നടുക്ക് വെള്ളപൂശിയ വീട്, വീടിനോട് ചേർന്ന് ഹരിതാഭമായ പുൽത്തകിടി. വീടിൻ്റെ മുകൾ തട്ടിലേക്ക് പോകാൻ ഒരു കോവണിയുണ്ട്. അത് നനയാതിരിക്കാൻ വീടിനൊരു ചാർത്തുണ്ട്. വീടിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം ഒരു ഗോപുരം പോലെയാണ്. അടുക്കളത്തോട്ടവും കിണറും പൂച്ചെടികൾ വളർത്തുന്ന തടങ്ങളുമുണ്ട്. വീട്ടിനുള്ളിൽ നിന്നും ആളുകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം. ഐസക്കാണ് ഏറ്റവും മുമ്പിൽ നടക്കുന്നത്. അയാൾ പടി കടന്ന് വാതിൽക്കൽ ചെന്ന് വിളിച്ചു, മേരി, ജോസഫ്, ഇമ്മാനുവൽ, നിങ്ങളെല്ലാം എവിടെ പോയി? ഈശോയുടെ അടുത്തേക്ക് വരൂ. കുട്ടികൾ ഓടി വരുന്നു. 5 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും 4ഉം 2ഉം വീതം വയസ്സുള്ള 2 ആൺകുട്ടികളും 2 വയസ്സുകാരൻ നടക്കുമ്പോൾ കാല് ശരിക്ക് ഉറയ്ക്കുന്നില്ല. എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്നിരുന്ന ഐസക്ക് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അത്ഭുതം കൊണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരെ പോലെ കുട്ടികൾ നിന്നു. അവസാനം പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഐസക്ക് വന്നിരിക്കുന്നു. ജൂഡിത്ത് പറഞ്ഞത് നേരായിരുന്നു. വീട്ടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. അകത്ത് ആളുകൾ വളരെ ഉച്ചത്തിൽ ശബ്ദം വയ്ക്കുന്നുണ്ട്. വാർദ്ധക്യം ഇനിയും ബാധിച്ചിട്ടില്ലാത്ത പൊക്കമുള്ള ഒരു വീട്ടമ്മ. തവിട്ട് നിറമാണ് അവൾക്ക്. അന്നൊരു ദർശനത്തിൽ ഇവളെ ഞാൻ കണ്ടതാണ്. അന്ന് അവൾ ഉടുത്തിരുന്നത് മഞ്ഞുപോലെ വെണ്മയുള്ള ഉടുപ്പായിരുന്നു. കണങ്കാൽ വരെ എത്തും. അരക്കും പല നിറമുള്ളൊരു പട്ട കൊണ്ട് കെട്ടിയിട്ടിരുന്നു. പട്ടയ്ക്ക് നല്ല വീതിയുണ്ട്. അത് മുട്ടോളം എത്തും. അവളുടെ കറുത്ത മുടി പിന്നിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ റോസച്ചെടിയുടെ ഇലകൾ പോലെ തുന്നി സുന്ദരമാക്കിയ ഒരു തലവിരിയുണ്ട്. മെഡലുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെയിൻ കൊണ്ട് തലവിരി ഇറുക്കി കെട്ടിയിട്ടുണ്ട്. അവളുടെ കാതുകളിൽ കനമുള്ള വളയങ്ങൾ ഇട്ടിട്ടുണ്ട്. കഴുത്തിൽ വെള്ളി കൊണ്ടൊരു മാലയും കൈകളിൽ വെള്ളി വളകളുമുണ്ട്. ഐസക്കേ, എന്ത് സംഭവിച്ചു? ഞാൻ വിചാരിച്ചു ജൂഡിത്തിന് ഭ്രാന്താണെന്ന്. നിനക്കെന്ത് സംഭവിച്ചു? നിനക്കിപ്പോൾ നടക്കാമല്ലോ. നമ്മുടെ രക്ഷകൻ സാറ, നമ്മുടെ രക്ഷകൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതാ അദ്ദേഹം വന്നിരിക്കുന്നു. ആര്? നസ്രയേൽക്കാരനായ ഈശോയെ. അദ്ദേഹം എവിടെ? അതാ ആ വാൾനട്ട് മരത്തിൻ്റെ പിറകിൽ. നീ അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിക്കുമോ എന്നറിയാൻ നിൽക്കുകയാണ്. ജോവാക്കിയും, അമ്മേ, എല്ലാവരും ഇങ്ങ് വരുവിൻ, ഇതാ മിശിഹ വന്നിരിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാം ആർത്തു വിളിച്ചുകൊണ്ട് ഓടി വന്നു. പക്ഷേ ഈശോയെ കാണുമ്പോൾ, പൊക്കമുള്ള ഗാംഭീര്യം തുളുമ്പുന്ന മുഖമുള്ള ഈശോയെ കാണുമ്പോൾ അവർ ഭയന്ന് നിശബ്ദരാകുന്നു. ഈ ഭവനത്തിനും നിങ്ങളെല്ലാവർക്കും സമാധാനം. ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹവും. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. സുഹൃത്തുക്കളെ, ഒരു വഴിപോക്കിന് തങ്ങാൻ ഇടം തരുമോ? ആഹാരം തരുമോ? ഈശോ ഒന്നുകൂടി മധുരമായി പുഞ്ചിരിച്ചു. ആ മന്ദസ്മിതം എല്ലാ ഭയവും അകറ്റുന്നു. ആദ്യം സംസാരിക്കാൻ ധൈര്യപ്പെട്ടത് ഗൃഹനാഥനാണ്. മിശിഹായെ, അകത്തു വരൂ. അങ്ങയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ അങ്ങയെ സ്നേഹിച്ച് ഇരുന്നവരാണ് ഞങ്ങൾ. ഇനി ആ സ്നേഹം കൂടുകയുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് വലിയ ഉത്സാഹമാണ്. 3 കാരണങ്ങൾ. അങ്ങ് വന്നു, ഐസക്ക് വന്നു. കൂടാതെ എൻ്റെ 3ാമത്തെ മകൻ ചേതനാചാരമാണ് ഇന്ന് നടത്തുന്നത്. ഗുരു, അവനെ അനുഗ്രഹിക്കൂ. സ്ത്രീയെ, കുഞ്ഞിനെ എടുത്തു കൊണ്ടുവരൂ. പ്രഭു, അകത്തേക്ക് വരൂ. അവർ അകത്ത് മുറിയിലേക്ക് പ്രവേശിക്കുന്നു. വിശേഷ ദിവസമായതുകൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. മേശമേൽ ആഹാര സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. കരിമ്പടം വിരിച്ചിരിക്കുന്നു. എവിടെയും മരത്തിൻ്റെ ചില്ലകൾ വിതറിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഓമനക്കുട്ടനെയും എടുത്തുകൊണ്ട് സാറ മടങ്ങി വരുന്നു. അവൾ കുഞ്ഞിനെ ഈശോയുടെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചു. ദൈവമെന്നും ഇവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇവൻ്റെ പേരെന്താണ്? ഇതുവരെ പേരൊന്നുമില്ല. ഇവൾ മേരി, അവൻ ജോസഫ്, ഇവൻ ഇമ്മാനുവൽ. പക്ഷേ ഇവൻ ഇനിയും പേര് കണ്ടുപിടിച്ചിട്ടില്ല. ഈശോ കുഞ്ഞിൻ്റെ അമ്മയെയും അച്ഛനെയും നോക്കി പുഞ്ചിരിക്കുന്നു. ഇന്ന് ചേതനാചാരം നടക്കണമെങ്കിൽ ഒരു പേര് കണ്ടുപിടിക്കണമല്ലോ.
അവർ പരസ്പരം നോക്കുന്നു. ഈശോയെയും നോക്കുന്നു. വായി തുറന്നെങ്കിലും സംസാരിക്കാൻ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എല്ലാവരും അവനെ സൂക്ഷിച്ചു നോക്കുന്നു. ഈശോ പറഞ്ഞു, ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ മഹത്തായ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട എത്രയോ പേരുകളുണ്ട്. ഏറ്റവും മാധുര്യമുള്ളതും അനുഗ്രഹീതവുമായ 3 പേര് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനിയും നല്ല പേരുകളില്ലേ? കുട്ടിയുടെ അച്ഛനമ്മമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഗുരു, അങ്ങയുടെ പേര് അമ്മ കൂട്ടിച്ചേർത്തു. പക്ഷേ അതിപാവനമായ ഒരു പേരാണത്. പുഞ്ചിരിച്ചോണ്ട് ഈശോ ചോദിച്ചു, എപ്പോഴാണ് ചേതനാകർമ്മം? കർമ്മം നടത്തേണ്ട ആളിനെ കാത്തിരിക്കുകയാണ്. ഞാനും ചടങ്ങിൽ സംബന്ധിക്കും. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊള്ളട്ടെ, എൻ്റെ ഐസക്കിന് വേണ്ടി നിങ്ങൾ ചെയ്ത നന്മകൾക്കെല്ലാം. അവൻ ഇനി പരസഹായം വേണ്ട. നല്ല ആളുകൾ അവനെ സഹായിച്ചു. നല്ലവരായ ആളുകൾക്കും ദൈവത്തെ ആവശ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ 3ാമത്തെ കുട്ടിയെ ഇമ്മാനുവൽ എന്ന് വിളിച്ചു. ദൈവം നമ്മോടുകൂടെ എന്നാണ് അതിനർത്ഥം. എൻ്റെ ദാസനായ ഐസക്കിനോട് നിങ്ങൾ കരുണ കാണിച്ചപ്പോൾ തൊട്ട് ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെയ്ത ഉപകാരം സ്വർഗത്തിലും ഭൂമിയിലും ഓർമ്മിക്കപ്പെടും. ഐസക്ക് ഇവിടെ നിന്ന് പോകുകയാണോ? അവൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുകയാണോ? അതോർക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട് അല്ലേ? അവൻ്റെ യജമാനന് വേണ്ടി പണിയെടുക്കണ്ടേ? ഐസക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ ഞാനും. അതുവരെ നിങ്ങൾ മിശിഹായെപ്പറ്റി ജനങ്ങളോട് പറയണം. ലോകത്തിന് ബോധ്യം വരാൻ നിങ്ങളേറെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതാ, നിങ്ങൾ നോക്കിയിരുന്ന കർമ്മി എത്തിക്കഴിഞ്ഞു. വലിയവനെന്ന് സ്വയം ഭാവിക്കുന്ന ഒരു പൊങ്ങച്ചക്കാരൻ അകത്തേക്ക് വന്നു. അയാളുടെ കൂടെ ഒരു വേലക്കാരനുമുണ്ട്. എല്ലാവരും തലകുനിച്ച് കർമ്മിയെ വണങ്ങി. കുഞ്ഞെവിടെ? അയാൾ ഗൗരവത്തിൽ ചോദിച്ചു. കുഞ്ഞെവിടെയുണ്ട്? ആദ്യം മിശിഹായെ വണങ്ങൂ. മിശിഹ ഇവിടെയുണ്ട്. മിശിഹായോ? ഐസക്കിനെ സുഖപ്പെടുത്തിയ ആളാണോ? ഞാനും അത് കേട്ടു. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് പെട്ടെന്ന് പോകണം. കുഞ്ഞവിടെ? പേരെന്താണ്? കർമ്മിയുടെ പെരുമാറ്റം അവിടെ ഇരിക്കുന്നവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈശോ അയാളുടെ അപമര്യാദയായ സംസാരം തന്നെ പറ്റിയല്ല എന്ന മട്ടിൽ പുഞ്ചിരിക്കുന്നു. കുഞ്ഞിനെ ഈശോ കയ്യിലെടുത്ത് അതിൻ്റെ കൊച്ചുനെറ്റിയിൽ മനോഹരമായ വിരലുകൾ സ്പർശിച്ചു. ശിശുവിനെ കാഴ്ചവെക്കുന്നത് പോലുള്ള ഒരു സ്പർശം. കുഞ്ഞിൻ്റെ പേര് ഏശായി എന്നാണ് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ അഹങ്കാരിയായ കർമ്മിയോടും മറ്റാളുകളോടുമൊപ്പം വേറൊരു മുറിയിലേക്ക് പോയി. കുട്ടിയുമായി അവർ തിരിച്ചു വരുന്നതുവരെ ഈശോ അവിടെ തന്നെ ഇരുന്നു. കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുകയാണ്. സ്ത്രീയെ, ആ കുഞ്ഞിനെ ഇങ്ങ് തരൂ. അവൻ പിന്നെ കരയുകയില്ല. ഈശോ അമ്മയെ ആശ്വസിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. ശിശുവിനെ ഈശോയുടെ മടിയിലിരുത്തിയപ്പോൾ തന്നെ അത് കരച്ചിൽ നിർത്തി. ഈശോയുടെ ചുറ്റും ചെറിയൊരു കൂട്ടമുണ്ട്. അവിടെയുള്ള കുട്ടികൾ, ആട്ടിടയന്മാർ, ശിഷ്യന്മാർ, ചെറിയൊരു വളപ്പിനകത്താക്കിയിരുന്ന ആടുകൾ അവിടെ കിടന്ന് കരയുന്നുണ്ട്. ഒരു വിരുന്ന് സൽക്കാരത്തിൻ്റെ ബഹളം വീടിനകത്തു നിന്നും കേൾക്കാം. മധുര പലഹാരങ്ങളും വീഞ്ഞും അവർ ഈശോയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. പലഹാരം ഈശോ കുട്ടികൾക്ക് വീതിച്ചു കൊടുത്തു. ഗുരു, അങ്ങൊന്നും കഴിക്കുന്നില്ലേ? എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ സ്നേഹപൂർവ്വം തരുന്നതാണ്. എനിക്കറിയാം ജോവാക്കിയും. ഞാൻ സന്തോഷത്തോടു കൂടി എല്ലാം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ആദ്യം ഈ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമുണ്ടാകട്ടെ. അവരാണ് എൻ്റെ ആനന്ദം. ആ മനുഷ്യൻ പറയുന്നത് അങ്ങ് കാര്യമായി എടുക്കരുത്. ഇല്ല ഐസക്കേ, ഇല്ല. അയാൾ വെളിച്ചം കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ, ഈ 2 കൊച്ചു പിള്ളേരെ കൊണ്ടുപോയി അവർക്ക് ആടുകളെ കാണിച്ചു കൊടുക്കൂ. മേരി, നീ എൻ്റെ അടുത്തേക്ക് മാറിയിരിക്കൂ. ഞാൻ ആരാണ്? പറയൂ. അങ്ങ് ഈശോയാണ്, നസ്രസിലെ മേരിയുടെ മകൻ, പിറന്നത് ബേത്ലഹേമിൽ. ഐസക് അങ്ങയെ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ അമ്മയുടെ പേര് എനിക്ക് തന്നത് ഐസക്കാണ്. ഞാൻ നല്ല കുട്ടിയായി വളരാനാണ് ഈ പേരിട്ടത്. മേരിയെപ്പോലെ ആകണമെങ്കിൽ ദൈവത്തിൻ്റെ മാലാഖമാരെ പോലെ നല്ലവളാകണം. മലമുകളിൽ വിടരുന്ന ലില്ലിപ്പൂവിനേക്കാൾ പരിശുദ്ധയാകണം. ഏറ്റവും ആചാരശുദ്ധിയുള്ള പുരോഹിതരെ പോലെ പവിത്രയാകണം. നീ അങ്ങനെ ആകുമോ? ഈശോയെ, തീർച്ചയായും ഞാൻ അങ്ങനെയാകും. ഈശോ എന്ന് വിളിക്കാതെ ഗുരു എന്നോ കർത്താവ് എന്നോ വിളിക്കൂ, യൂദാസ് പറഞ്ഞു. യൂദാസേ, അവൾ എന്നെ ഈശോയെ എന്ന് പേര് പറഞ്ഞ് വിളിച്ചു കൊള്ളട്ടെ. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ആ പേര് വിളിക്കുമ്പോഴേ അമ്മയുടെ മധുരമായ സ്വരം ഞാൻ കേൾക്കുന്നുള്ളൂ. എല്ലാവരും വരാൻ പോകുന്ന ഈ നൂറ്റാണ്ടുകളിലെല്ലാം ഈ പേര് ഉരുവിടും, ഉച്ചരിക്കും. ചിലർ എന്തെങ്കിലും നേടാൻ, ചിലർ ശപിക്കാൻ. ഒന്നും നേടാനില്ലാത്തവരും ആരോടും വിദ്വേഷമില്ലാത്തവരുമായ നിഷ്കളങ്ക ഹൃദയർ മാത്രമേ ഈ കുട്ടിയും എൻ്റെ അമ്മയും ഉച്ചരിക്കുന്ന രീതിയിൽ ആ പേര് ഉച്ചരിക്കുകയുള്ളൂ.
പാപികളും എൻ്റെ പേര് വിളിക്കും, കാരണം അവർക്ക് കാരുണ്യം വേണം. അമ്മയും ഇവളെപ്പോലുള്ള കുട്ടികളും വിളിക്കുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക ഇമ്പമുണ്ട്. നീ എന്താണ് എന്നെ ഈശോ എന്ന് വിളിക്കുന്നത്? മേരിയെ ലാളിച്ചുകൊണ്ട് ഈശോ ചോദിച്ചു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് കൊണ്ട്, എൻ്റെ അപ്പനെയും അമ്മയെയും കൊച്ചു സഹോദരന്മാരെ സ്നേഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് അവൾ ഈശോയുടെ കാൽമുട്ടിൽ കെട്ടിപ്പിടിച്ച് മുഖമുയർത്തി ഈശോയെ നോക്കി. കുനിഞ്ഞ് ഈശോ അവളെ ചുംബിക്കുന്നു. അതോടെ ദർശനം അവസാനിക്കുന്നു.